ഇന്നും അതേട്ടാ നമ്മുടെ തേജുവിന് രാവിലെ തന്നെ നീപ്പിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. എന്നും ഇപ്പം നീപ്പിച്ചാൽ കുറച്ചേരം ഉമ്മർത്ത് കൊണ്ടിട്ട് ഇങ്ങനെ നിർത്തുട്ടാ. അപ്പം അവനാണെങ്കിൽ വലിയ താല്പര്യമില്ല കേട്ടോ വന്ന് നിൽക്കാൻ. എന്തോ ഒരു വഴിപാട് തീർക്കണ പോലെ വന്ന് നിൽക്കണത്. ഞാനാണെങ്കിൽ ഓർക്കക്ഷീണൊക്കെ ഒന്ന് വിട്ടോട്ടേ വെച്ചിട്ടാണ് നിർത്തിയേക്കണത്. പിന്നെ കുറച്ചേരം കിളി പോയ പോലെ ഇത് ഇങ്ങനെ റോട്ടിക്ക് നോക്കി നിൽക്കുക. ഇനി നേരെ അതേ പല്ലേച്ച് കുളിക്കട്ടെ, അതാട്ടോ അവൻ്റെ പണിയുള്ളത്. പിന്നെ അതേ അവൻ അതിനാണെങ്കിൽ ഓടണത് കേട്ടോ. പിന്നെ കുറേ നേരം കളിക്കാനും നിൽക്കുന്നുണ്ട്. ഞാനും അതേട്ടാ വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ വിളക്ക് പിന്നെ വിൻഷേട്ടൻ കൊളത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്ന് തൊഴുതു, പിന്നെ കുറിയൊക്കെ എടുത്തുട്ടായിരുന്നു. പിന്നെ ഞാൻ നമ്മുടെ ഗിവ് അവയുടെ കാര്യം മറക്കരുത് കേട്ടോ. ആ വീഡിയോ കാണാത്തവരുണ്ടോ എനിക്ക് അറിയില്ല. എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ അടിയിൽ കൊടുക്കാട്ടോ. അതായത് നമ്മൾ 10 സ്കൂൾ ബാഗ്, അതുപോലെ തന്നെ കൊട, പെൻസില്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് 10 പിള്ളേർക്ക് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രമായിട്ട് ഒരു 10 പേർക്ക് കൊടുക്കാനാണ് പ്ലാന്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്തോളൂ. അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ അടിയിൽ തന്നെ വീഡിയോ കൊടുക്കാട്ടോ. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. 10 പേരെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും ഞാൻ ശ്രദ്ധിച്ച് അത്രയും നോക്കിയിട്ടാട്ടോ സെലക്ട് ചെയ്യാൻ പോണത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് 10 പേർക്കേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തേക്കുന്നത്. അടുത്ത വർഷം ഇതിനും കൂടുതൽ കൊടുക്കാൻ പറ്റട്ടെ എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം ഉള്ളത്. അപ്പോൾ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യട്ടെ. കുറച്ച് പേരുടെ ലിസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ഷോർട്ട് ലിസ്റ്റ് എടുത്തിട്ട് വേണം എനിക്ക് തിരഞ്ഞെടുത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ തേജുവിനെ അതേ കുളിപ്പിക്കാൻ എണ്ണ തേച്ച് കൊടുത്തു. അവൻ കുളിച്ചോളി. പിന്നെ വിൻഷേട്ടനും ഇതേ രാവിലെ എണിച്ച് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ തേജു വിൻഷേട്ടൻ എനിക്കണേക്കാൾ മുന്നേ നീച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ തേജു വിൻഷേട്ടനൊക്കെ പോയിട്ടൊക്കെ നീച്ച് വരാറേ. ഇന്ന് വിൻഷേട്ടൻ പോണതും കുട്ടിക്ക് കാണാട്ടോ. പിന്നെ ഇതേ ദോശയായിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ദോശയും അതുപോലെ തന്നെ സാമ്പാറും ഇരിപ്പുണ്ട്. അങ്ങനെ അവൻ്റെ കുളി കഴിഞ്ഞ് വന്നു. ഇനി അവ അതേ അമ്പാട്ടിനൊക്കെ തൊഴുത് അവനും കുറി തൊടുട്ടാ. അവൻ്റെ കുറി ഇത് അവൻ തന്നെയായിട്ടാണ് ഒറ്റയ്ക്കെടുത്തിട്ട് തൊട്ടേക്കണത്. ഞാൻ ചുമ്മാ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് സ്കൂൾ തുറക്കും അപ്പം ഒന്ന് സ്കൂളിൽ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചെറിയൊരു വാട്ടം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയിട്ടുണ്ട്, കാരണം യൂണിഫോം അല്ലല്ലോ ഇട്ടേക്കണത്. പിന്നെ ഇത് ഞങ്ങൾ ചായ കുടിക്കായിരുന്നു. സാമ്പാറും കറിയും പിന്നെ നമ്മുടെ ചായയും എല്ലാതും ഇതേ കൊടുന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും വിൻഷേട്ടനും കൂടിയിട്ട് ഇതേ മേശമ ഇരുന്ന് കഴിക്കട്ടെ ചെയ്ത്. തേജപ്പനാണെങ്കിൽ TV വെച്ചുകൊണ്ട് അവിടെ ഇരുന്നിട്ട് കഴിക്കണുള്ളൂ എന്നും പറഞ്ഞിട്ട് അവൻ്റെ അതേ അവിടെ ഇരുന്നിട്ട് അവൻ കഴിക്കേണ്ടിട്ടാ. ഞാനും വിൻഷേട്ടനും കൂടിയിട്ട് അവിടെ ഇരുന്ന് നമ്മുടെ മേശമ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇതേ ചായയൊക്കെ കുടിച്ചുട്ടോ. അതുകൊണ്ട് കുറച്ച് പാത്രങ്ങൾ കഴിക്കാനുള്ളത് നമ്മുടെ വിൻഷേട്ടൻ തന്നെ എനിക്ക് കഴിക്കുകയും ചെയ്തേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എത്ര ഉള്ളൂ. നമുക്കിനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.